മാനന്തവാടിയിലെ മയക്കുവെടി ദൗത്യത്തിന് ശേഷം കർണാടകയിൽ എത്തിച്ചതിന് പിന്നാലെ ചരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ശരീരത്തിൽ പെല്ലറ്റേറ്റ പാടുകൾ എന്ന വാർത്ത വരുന്നു. കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ തുരത്താൻ ഉപയോഗിച്ചത് ആണെന്നാണ് സംശയം. ഒരാഴ്ച മുൻപ് ആനയെ തോൽപ്പെട്ടി മേഖലയിൽ കണ്ടതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു. സുജിത്ത് അയ്യപ്പത്ത് നൽകും അതിന്റെ വിശദാംശങ്ങൾ. സുജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഈ പെല്ലറ്റേറ്റ പാടുകൾ അത് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ടാണോ അത് ശ്രദ്ധയിൽപ്പെട്ടത്? എപ്പോൾ പെല്ലറ്റേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ലഭ്യമാണോ? സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ പെല്ലറ്റ് ശരീരത്തിലേറ്റ പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്നാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കർണാടകയിൽ കൃഷിയിടത്തിലും ജനവാസ മേഖലയിലും ഇറങ്ങിയതാണ് ഈ കൊമ്പൻ. സ്വാഭാവികമായും അതിനെ തുരത്താൻ വേണ്ടി അത്തരത്തിൽ കർഷകരായിട്ടുള്ള ആളുകളും മറ്റും പെല്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഗൺഷോട്ട് നടത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അത്തരത്തിലുള്ള പാടുകൾ ശരീരത്തിലുടനീളം ഈ ആനയുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ തണ്ണീർക്കൊമ്പനെ കേരളത്തിന്റെ വനമേഖലയിൽ കണ്ടപ്പോൾ തന്നെ കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ആശയവിനിമയം നടത്തി അതിനെ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. 5 മണിക്കൂർ വരെ നീണ്ട ഇടവേളകളിലാണ് സിഗ്നൽ ലഭിച്ചിരുന്നത്. ഈ 5 മണിക്കൂറിനിടയിൽ, സിഗ്നൽ ലഭിക്കുന്ന 5 മണിക്കൂറിനിടയിൽ ആന ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രതിസന്ധി ആയത്. അതുകൊണ്ട് തന്നെയാണ് ട്രാക്ക് ചെയ്യാൻ കഴിയാതിരുന്നത്. പക്ഷേ ഈ ആനയെ ഒരാഴ്ച മുമ്പ് തിരുനെല്ലി സർവാണി മേഖലയിൽ കണ്ടതായി പറയുന്നുണ്ട്. അതായത് ഈ ആളുകൾ എല്ലാം തന്നെ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു, ഇങ്ങനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന യാത്ര ചെയ്തിരുന്നു, ആ മേഖലയിൽ കണ്ടതായി പറയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനംവകുപ്പിനെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയോ അതിനെ വീണ്ടും കാട് വനമേഖലയിലേക്ക് തുരത്താൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും 5 അംഗ വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തമായ ചിത്രം ലഭിക്കുകയും അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ ആനയെ ട്രാക്ക് ചെയ്ത് തുരത്താതിരുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. അന്വേഷണത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരിക. സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്.